എത്ര സംഭവങ്ങളാണ് നമുക്ക് പറഞ്ഞു പോകേണ്ടി വരുന്നത്. കേട്ടാൽ രക്തമുറിഞ്ഞു പോകുന്ന എത്രയോ നിഷ്ഠൂര കൊലപാതകങ്ങൾ. പറയാൻ അശക്തമായി പോകുന്ന പല കഥകളുമുണ്ടതിൽ. സ്വന്തം ചോരയെ നോർക്കാതെ നടത്തുന്ന പാതകങ്ങൾ. ചിലപ്പോൾ സ്വന്തം അമ്മയെ, അച്ഛനെ, ചിലപ്പോൾ സ്വന്തം മക്കളെ. എങ്ങനെ കഴിയുന്നു ഇവർക്കിങ്ങനെ ഇല്ലാതാക്കാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം ചോര കുഞ്ഞിനെ, അതും മുലപ്പാൽ പോലും ദഹിക്കുന്നതിന് മുൻപ് ഇല്ലാതാക്കുക എന്നത് പൈശാചികം തന്നെ. സ്വന്തം സുഖം തേടി പോകുന്നവർക്ക്, പുതിയ ജീവിതം തേടുന്നവർക്ക് ഈ രാജ്യത്തെ നിയമം അത് അനുവദിക്കുന്നുണ്ട്. കുടുംബത്തെയും മക്കളെയും ഭർത്താവിനെയും ഭാര്യയും ഒക്കെ ആർക്കും അങ്ങനെ ഉപേക്ഷിക്കാം. പക്ഷേ നിയമത്തിന്റെ വഴിയിൽ മാത്രം. അതിനായി ഇവർ എന്തിനാണ് മനുഷ്യരെ കൊല്ലുന്നത്? ഒപ്പമുള്ളവരെ ഇല്ലാതാക്കാനുള്ള മനസ്സ് ഇവർക്കെങ്ങനെ ഉണ്ടാകുന്നു? കണ്ണൂർ തയ്യിൽ, അവിടെ ഒരു കടൽ തീരത്ത് അങ്ങനെ ഒരു കൊലപാതകം നടന്നു. ചോരമണക്കുന്ന ആ ദിവസത്തിന്റെ പിന്നാമ്പുറം ചുരുൾ നിവരുമ്പോൾ ആ നാടും വീടും നടങ്ങി. വിശ്വാസം വരാതെ ആ വീട്ടുകാർ വാവിട്ട് നിലവിളിച്ചു. ഫെബ്രുവരി 17 അന്ന് പുലർച്ചെ ഒരു കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി ഉയർന്നു. കണ്ണൂർ തയ്യിൽ കൊടുവള്ളി ഹൗസിൽ ശരണ്യ പ്രണവ് ദമ്പതികളുടെ കുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത്. വീട്ടുകാർ ആ പ്രദേശമാകെ തെരച്ചിൽ നടത്തി. പിന്നെ നാട്ടുകാരും ഒപ്പം ചേർന്നു. ഒടുവിൽ നിരാശരായി. പോലീസിൽ പരാതി നൽകാൻ കുഞ്ഞിന്റെ അച്ഛൻ പ്രണവിനോടും അമ്മ ശരണ്യയോടും ആളുകൾ ഉപദേശിച്ചു. ഫെബ്രുവരി 17 പുലർച്ചെ മുതൽ കുഞ്ഞിനെ കാണാനില്ലെന്ന് കാണിച്ച് അച്ഛൻ പ്രണവാണ് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പോലീസ് അലർട്ടായി. പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള പൊന്നൂസ് എന്ന് വെളിപ്പേരുള്ള വിയാൻ ആ വീടിന്റെ ഓമനയായിരുന്നു. മുത്തച്ഛന്റെ പൊന്നൂസ്. പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടുകാരിൽ നിന്ന് പരമാവധി വിവരം ശേഖരിച്ചു. കുട്ടി ഉറങ്ങിയത്, ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ശബ്ദം കേട്ടോ, സംശയങ്ങൾ എന്തൊക്കെയാണ്. കുഞ്ഞിന്റെ അമ്മ ശരണ്യയുടെ ഉത്തരങ്ങളിലെ ചില സൂചനകളായിരുന്നു പോലീസിന് ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. ശരണ്യയുടെ സൂചനകളെല്ലാം ഭർത്താവ് പ്രണവിലേക്കായിരുന്നു. അതേസമയം പ്രണവ് നൽകിയ ഉത്തരങ്ങളിൽ ആകെ പൊരുത്തക്കേട്. ശരണ്യയെ സംശയമുനയിൽ നിർത്തുന്ന ഉത്തരങ്ങൾ. പോലീസ് കുഴങ്ങി. ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട്. കുഞ്ഞിന്റെ അമ്മ ശരണ്യയും അച്ഛൻ പ്രണവും പരസ്പരം വിരുദ്ധമായ മൊഴികളാണ് നൽകിയിരിക്കുന്നത്. രണ്ടുപേരും പോലീസിനു മുന്നിൽ സംശയ നിഴലിലായി. സ്വന്തം ഭർത്താവിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന ശരണ്യയുടെ മൊഴി കൂടുതൽ പരിശോധിക്കാനായിരുന്നു പോലീസിന്റെ ആദ്യ തീരുമാനം. ശരണ്യയെ വീണ്ടും ചോദ്യം ചെയ്തു. ആദ്യ മൊഴിയിൽ ഉറച്ചു നിന്നു ശരണ്യ. പോലീസ് ആകെ കുഴങ്ങി.
കഴിഞ്ഞ 3 മാസമായി അകന്നു കഴിയുകയായിരുന്ന ഭർത്താവ് അന്ന് നിർബന്ധപൂർവമാണ് വീട്ടിൽ വന്ന് തങ്ങിയത്. അയാൾക്ക് ഇതിൽ പങ്കുണ്ട്. ശരണ്യ ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ തുറന്നടിച്ചു. മാത്രമല്ല, കുഞ്ഞിനെ രാത്രി ഉറക്കിക്കിടത്തിയത് ഭർത്താവിനൊപ്പമാണ്. താൻ അവിടെയല്ല കിടന്നതെന്നും ശരണ്യ മൊഴി നൽകി. പോലീസ് ഞെട്ടി. പ്രണവാണോ അത് ചെയ്തത്? അപ്പോൾ ഇനി പ്രണവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഫെബ്രുവരി 17 ഊർജിതമായ തെരച്ചിലിനിടെ തയ്യിൽ കടൽ തീരത്ത് പാറക്കെട്ടുകൾക്കിടയിൽ അനക്കമറ്റ നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചു. ലക്ഷണങ്ങൾ വച്ച് അതൊരു കൊലപാതകമാണ് പോലീസ് ഉറപ്പിച്ചു. കുട്ടിയുടെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന പ്രാഥമിക പരിശോധനയിൽ വ്യക്തം. കുട്ടിയുടെ മൂർധാവിൽ ക്ഷതമേറ്റിട്ടുണ്ട്. മരണകാരണമാകാവുന്നതാണ് ഈ ക്ഷതം. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അവിടെ കൊണ്ടിട്ടതാകാം. പോലീസ് അനുമാനം അങ്ങനെയായിരുന്നു. പ്രണവിനോട് കൂടുതൽ ചോദിക്കാനുണ്ട്. പോലീസ് അന്വേഷണം ആ വഴിക്കായി. പോലീസ് തന്നെ സംശയിക്കുന്നുണ്ട് എന്ന് പ്രണവിന് മനസ്സിലായി. കുഞ്ഞിനെ കാണാതാകുന്നതും അത് നാട്ടുകാരെ അറിയിച്ചതും പ്രണവായിരുന്നു. അതുതന്നെയായിരുന്നു പ്രണവിന്റെ ഡിഫൻസും. ശരണ്യയ്ക്കാണ് കൊലപാതകത്തിൽ പങ്കെന്ന ആരോപണം പ്രണവ് ആവർത്തിച്ചു. മൂന്ന് മാസമായി ശരണ്യയിൽ നിന്ന് അകന്നു കഴിഞ്ഞയാളാണ് താൻ. അന്ന് മടങ്ങി വന്നതും ആ വീട്ടിൽ അന്ന് രാത്രി തങ്ങിയതും തന്റെ തീരുമാനപ്രകാരമല്ല. അത് ഭാര്യ ശരണ്യ നിർബന്ധിച്ചിട്ടാണ്. പ്രണവിന്റെ വെളിപ്പെടുത്തൽ പോലീസിനെ ഞെട്ടിച്ചു. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. വീണ്ടും പൊരുത്തക്കേടുകൾ. ശരണ്യ പറയുന്നതിലെ രസക്കേടുകൾ പോലീസിനെ ചൊടിപ്പിച്ചു. എട്ട് മണിക്കൂറിലധികമാണ് ശരണ്യയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. ശരണ്യ കുറ്റം ചെയ്തിട്ടുണ്ടോ? ആ പുലർച്ചെയുടെ ഇരുട്ടിൽ കുട്ടിയെ അവിടെ നിന്നും മാറ്റിയത് ശരണ്യയാണോ? ഭർത്താവിനെ ശരണ്യ നിർബന്ധിച്ചു വിളിച്ചു വരുത്തിയത് അയാൾ ആരോപിക്കുന്നതുപോലെ കുടുക്കാനാണോ? കടലിലായിരുന്നു കൊലപാതകം എങ്കിൽ കൊലയാളിക്ക് ആ ദിവസം കടലിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാകും. സംഭവ ദിവസം ആ സമയത്ത് കുട്ടിയുടെ അച്ഛനും അമ്മയും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് ശാസ്ത്രീയ പരിശോധനകൾക്കായി പിടിച്ചെടുത്തു. കടൽ ഭിത്തിക്കരികിൽ കുട്ടിയെ കൊണ്ടുപോയ വ്യക്തിയുടെ വസ്ത്രത്തിൽ കടലിൽ നിന്നുള്ള വെള്ളമോ ഉപ്പിന്റെ അംശമോ മണൽത്തരികളോ ഉണ്ടാകും. ഫോറൻസിക് പരിശോധനയിലൂടെ ഇത് കണ്ടെത്താനാകും. ഫോറൻസിക് പരിശോധനാ ഫലം വരുമ്പോൾ അറിയാം ആരാണ് കുഞ്ഞുമായി ആ പുലർച്ചെ കടലിലേക്ക് പോയതെന്ന്, ആരാണ് അവനെ മരണത്തിലേക്ക് എടുത്തെറിഞ്ഞതെന്ന്. സ്വന്തം അച്ഛനോ അതോ അമ്മയോ?
വസ്ത്രങ്ങളുടെ പരിശോധന പൂർത്തിയായി. ഫലം വന്നപ്പോൾ വസ്ത്രങ്ങളിൽ ചിലതിൽ മണൽത്തരികൾ, കടലിൽ കാണുന്ന ചില പായലുകളുടെ അംശം, ഉപ്പിന്റെ ട്രേസ്, അതായത് ഉപ്പുവെള്ളം ഉണങ്ങിപ്പിടിച്ചതിന്റെ പാടുകൾ. ആ വസ്ത്രത്തിന്റെ ഉടമയാണ് കുട്ടിയെ കടലിലേക്ക് എടുത്തുകൊണ്ടുപോയത്. അത് അമ്മയുടെ വസ്ത്രങ്ങളായിരുന്നു. ശരണ്യ 2020 ഫെബ്രുവരിയിൽ 22 വയസ്സ്. കൊടുവള്ളി ഹൗസ്, തയ്യിൽ, കണ്ണൂർ. കേട്ടവർ ഞെട്ടി. ആ കൊടൂര കൃത്യത്തിന്റെ ഉത്തരവാദി ആ കുഞ്ഞിന് ജന്മം നൽകിയ സ്വന്തം അമ്മ. ചോരമണക്കുന്ന ആ സംഭവത്തിന്റെ സത്യം ചുരുൾ നിവരുമ്പോൾ നിലവിളികൾ ഉയർന്നത് ആ വീട്ടിൽ നിന്ന് തന്നെ. ഒരു മരണത്തിന്റെ ഷോക്ക് മാറും മുമ്പേ അടുത്തത്. 2020 ഫെബ്രുവരി 18. സ്വന്തം കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യ അറസ്റ്റിലായി. കുറ്റവാളി കുറ്റം സമ്മതിച്ചു. പക്ഷെ ഇനിയും വേണം തെളിവുകൾ. ആ തെളിവുകളുടെ ശേഖരണമായിരുന്നു പിന്നെ. എന്തിനായിരുന്നു ഈ അരും കൊല? പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ട പ്രധാന ചോദ്യം അതായിരുന്നു. കുഞ്ഞിന്റെ ശരീരം കിട്ടിയത് കടലിനോട് ചേർന്നുള്ള ഭിത്തി നിർമ്മിച്ച കല്ലടുക്കുകളിൽ നിന്നാണ്. പ്രതി ശരണ്യ കുറ്റസമ്മതത്തിൽ പറഞ്ഞത് കടലിലേക്ക് കുട്ടിയെ എറിഞ്ഞു കൊലപ്പെടുത്തിയെന്നാണ്. പക്ഷേ കുഞ്ഞു മരിച്ചത് മൂർധാവിലേറ്റ ക്ഷതം കൊണ്ടും ശ്വാസം മുട്ടിയുമാണ്. വെള്ളത്തിൽ വീണുള്ള മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ല. എങ്കിൽ എങ്ങനെയാണ് കുഞ്ഞു മരിച്ചത്? നിരന്തരമായ ചോദ്യം ചെയ്യലായിരുന്നു പിന്നീട്. ഏകദേശം 24 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യൽ. ഒടുവിൽ സത്യം പോലീസ് പ്രതിയിൽ നിന്നും അരിച്ചെടുത്തു. ശരണ്യയ്ക്ക് പറയാനുണ്ടായിരുന്നത് അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന കഥയായിരുന്നു. 2020 ഫെബ്രുവരി 17. അച്ഛനൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു കുഞ്ഞ്. പുലർച്ചെ 2 മണിയോടെ ശരണ്യ ആ കുഞ്ഞിനെ എടുത്തു. കടപ്പുറത്തേക്ക് നടന്നുപോയ ശരണ്യ കടൽ ഭിത്തിയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. ഈ വീഴ്ചയുടെ ആഘാതത്തിലാണ് കുഞ്ഞിന്റെ തലയ്ക്ക് മാരകമായി പരിക്കേറ്റത്. കുഞ്ഞ് ആ ഒരൊറ്റ എറിയിൽ അവസാനിക്കുമെന്ന് ആ സ്ത്രീ കരുതി. പക്ഷേ ശരണ്യ പെട്ടെന്ന് ഞെട്ടി. കുഞ്ഞിന്റെ കരച്ചിൽ പെട്ടെന്നവിടെ ഉയർന്നു. വേദന കൊണ്ട് പുളയുന്ന ദയനീയമായ കരച്ചിൽ. ശബ്ദമായി ആകെയുള്ളത് കടലിരമ്പം മാത്രം. ഈ കരച്ചിൽ ചിലപ്പോൾ 50 മീറ്റർ മാത്രം അകലെയുള്ള ഉറങ്ങിക്കിടക്കുന്ന പ്രണവിനെ ഉണർത്തിയേക്കും. ശരണ്യ വേഗം ആ കല്ലടുക്കിലേക്ക് തിരിച്ചു നടന്നു. കുഞ്ഞിനെ കയ്യിലെടുത്തു. ചോര വാർന്നു പോകുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ തലയിൽ നിന്ന്. കരച്ചിൽ ശബ്ദം നിർത്താൻ ശരണ്യയ്ക്ക് മറ്റു വഴികളില്ലായിരുന്നു. വായും മുഖവും കൂട്ടിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ ആ പാവം കുഞ്ഞിന്റെ അവസാന പിടച്ചിൽ വരെ കയ്യിൽ നെഞ്ചോട് ചേർത്ത പെറ്റമ്മ എന്ന രാക്ഷസി കുഞ്ഞിനെ പിടിച്ചിരുന്നു. ജീവൻ നൽകിയവൾ തന്നെ അത് തിരിച്ചെടുക്കുന്നു. മരണമുറപ്പാക്കി കുഞ്ഞിനെ വീണ്ടും ആ കടൽ ഭിത്തിയിലേക്ക്, ആ കല്ലിടുക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം തിരിച്ചു വന്ന ശരണ്യ ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങി. ഇനി ആ ചോദ്യങ്ങൾ. എന്തിനു വേണ്ടി? ശരണ്യയ്ക്ക് ആ രാത്രിയിൽ മറ്റാരെങ്കിലും കൂട്ടുണ്ടായിരുന്നോ? എ പാർട്ട്ണർ ഇൻ ക്രൈം. അങ്ങനെ പോലീസിന് ചില സൂചനകൾ ലഭിച്ചു. പലപ്പോഴായി പോലീസ് നിരീക്ഷണത്തിലിരുന്നപ്പോൾ ചോദ്യം ചെയ്യലിനിടയിൽ ഈ സമയത്തൊക്കെ
ശരണ്യയുടെ ഫോൺ നിരന്തരം ശബ്ദിക്കുന്നുണ്ടായിരുന്നു. കേസിൽ അറസ്റ്റിലായ അമ്മ ശരണ്യയുടെ ഫോണിലേക്ക് ഈ വിളികളെത്തിയത് 17 തവണയാണ്. പോലീസ് അപ്പോൾ മുന്നിലുണ്ട്. കോൾ എടുക്കാൻ ശരണ്യ തയ്യാറായില്ല. പോലീസിന് കാര്യം മനസ്സിലായി. ആ വിളിയുടെ അപ്പുറമുള്ളത് തങ്ങൾക്ക് വേണ്ടയാളാണ്. ഒടുവിൽ ലൗഡ് സ്പീക്കർ ഇട്ട് ഈ കോൾ എടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. ശരണ്യ കോൾ എടുത്തു. ഇതോടെ ശരണ്യയുടെ മുഖം മൂടി അഴിഞ്ഞു. കോൾ ശരണ്യയുടെ കാമുകന്റേതായിരുന്നു. പേര് നിധിൻ. പ്രായം 2020 28 വയസ്സ്. വിലാസം പുന്നക്കൽ ഹൗസ്, വാരം, കണ്ണൂർ. ശരണ്യ കുട്ടിയെ ഇല്ലാതാക്കുന്നതും അവിടെ ഭർത്താവിന്റെ സാന്നിധ്യം മനഃപൂർവ്വം ഉണ്ടാക്കി അയാളെ കൂടി കുടുക്കുക എന്നതും ഒരേ ലക്ഷ്യത്തോടെയായിരുന്നു. മറ്റൊരു ജീവിതം അവൾ സ്വപ്നം കണ്ടു. ശരണ്യയുടെ ജീവിതത്തിലുള്ള ആ ഒരാൾക്കു വേണ്ടി, നിധിനു വേണ്ടി. കണ്ണൂർ തയ്യിലിൽ ആ രാത്രിയിലെ ആ മഹാപാതകത്തിൽ ആ കാമുകൻ എന്തായിരുന്നു പങ്ക്? പോലീസ് അന്വേഷണം ആ വഴിക്കായി. ഒറ്റയ്ക്ക് ശരണ്യക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ നിധിന്റെ 17 കോളുകൾ, യെസ്, ദാറ്റ് 17 ഇൻകമിംഗ് കോൾസ്. അതിൽ നിഴലിക്കുന്ന അക്ഷമ. സർവോപരി അവർ എല്ലാ അർത്ഥത്തിലും പങ്കാളികളാണ്. ഈ ക്രൈമിലും അവർ പാർട്ട്നേഴ്സ് ആകില്ലേ? ശരണ്യയും നിധിനും തമ്മിലുള്ള ഫോൺ വിളികളുടെ കോൾ ഡേറ്റ റെക്കോർഡ്സ് സത്യം പറഞ്ഞു. സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം 2020 ഫെബ്രുവരി 16. അന്ന് പലതവണ ഇരുവരും തമ്മിൽ ഫോൺ വിളികളുണ്ടായി. ഒടുവിൽ നീണ്ട 2.5 മണിക്കൂർ തുടർച്ചയായി ഇരുവരും ഫോണിൽ സംസാരിച്ചു. എന്തായിരുന്നു ആ സംസാര വിഷയം? ശരണ്യ കുറ്റം സമ്മതിച്ചു നിൽക്കുന്നു. ആ രാത്രിയിലായിരുന്നു ആ കൊലപാതകം. അപ്പോൾ ഇനി നിധിന്റെ പങ്കെന്താണ്? അതറിയണം. ശരണ്യയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. നിധിനും ശരണ്യയും തമ്മിലുള്ള ചാറ്റുകൾ സംസാരിക്കുന്ന തെളിവുകളായി. ഇരുവർക്കുമിടയിൽ അതിരില്ലാത്ത ബന്ധം, സ്വകാര്യ ദൃശ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ ഫോണിലുണ്ടെല്ലാം. ശരണ്യയുടെ പേരിൽ ലക്ഷങ്ങളുടെ ലോണെടുക്കാൻ നിധിൻ ശ്രമിച്ചു. നിധിന്റെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ശരണ്യയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. ലോൺ കഥ വെളിപ്പെട്ടത് അങ്ങനെയാണ്. തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ശരണ്യയെ വീണ്ടും ചോദ്യം ചെയ്തു. ശരണ്യയുമൊത്തുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിലുണ്ട്. അത് താൻ പകർത്തിയിട്ടുണ്ടെന്നും ഇത് ഭർത്താവിനെ കാണിക്കുമെന്നും നിധിന്റെ ഭീഷണി. മാത്രമല്ല, ശരണ്യയുടെ കുഞ്ഞ് വിവാഹത്തിന് ഒരു തടസ്സമാണ്. കുഞ്ഞില്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് നിധിൻ ശരണ്യയ്ക്ക് വാക്ക് നൽകുന്ന സന്ദേശങ്ങൾ ചാറ്റ് വിവരങ്ങളിൽ പോലീസിന് വ്യക്തമായി. സുപ്രധാനമായ മറ്റൊരു വിവരം തെളിവ് സഹിതം ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചു. കൊലപാതകം നടന്ന ദിവസം രാത്രി നിധിൻ ശരണ്യയുടെ വീടിനടുത്തുള്ള കടൽ തീരത്തെത്തി. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും അത് വ്യക്തമാക്കി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല. എന്നാൽ എല്ലാറ്റിനും കാരണം അയാളാണ്, നിധിനാണ്. ഫെബ്രുവരി 27 കേസിൽ കുഞ്ഞിന്റെ അമ്മ ശരണ്യയുടെ കാമുകൻ നിധിൻ അറസ്റ്റിലായി. കുറ്റം കൊലപാതകത്തിനുള്ള പ്രേരണ, അബറ്റ്മെന്റ് ഓഫ് മർഡർ. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവളെ തൂക്കിക്കൊല്ലണം. നെഞ്ചു പൊട്ടിയാണ് ശരണ്യയുടെ അച്ഛൻ അത് പറഞ്ഞത്. കടലിൽ പണിയെടുത്താണ് അവളെ പൊന്നുപോലെ വളർത്തിയത്. എത്രത്തോളം വലിയ ശിക്ഷ കിട്ടുമോ അത്രത്തോളം ശിക്ഷ അവൾക്ക് കിട്ടട്ടെ. ആരൊക്കെ വെറുതെ വിട്ടാലും ഞങ്ങൾ വെറുതെ വിടില്ല. ആക്രോശിക്കുകയായിരുന്നു തലേന്നുവരെ ശരണ്യയെ സ്നേഹിച്ച നാട്ടുകാർ. കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. മെയ് 19 പോലീസ് കേസന്വേഷണം പൂർത്തിയാക്കി. കുഞ്ഞിന്റെ അമ്മ ശരണ്യ
കാമുകൻ നിധിൻ എന്നിവർക്കെതിരെ 88 പേജുള്ള കുറ്റപത്രം. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശരണ്യയുടെ ജീവിതം പിന്നെയും ദുരൂഹമായിരുന്നു. കേസിൽ കുറേക്കാലം ജയിലിൽ കിടന്ന് ജാമ്യം നേടി പുറത്തിറങ്ങി. കൂട്ടുപ്രതിക്കും ജാമ്യം കിട്ടി. ശരണ്യയുടെ ജാമ്യവ്യവസ്ഥയിൽ ഒന്ന് കണ്ണൂർ ജില്ലയിൽ കടക്കരുത് എന്നതായിരുന്നു. കോഴിക്കോട് ഒരു ലോഡ്ജ് മുറിയിൽ താമസമായി. വിചാരണയ്ക്കായി കാത്തിരിപ്പായി. കേസിന് മാത്രമേ കണ്ണൂർ ജില്ലയിൽ എത്താവൂ. അതാണ് ബെയിൽ കണ്ടീഷൻ. ജനുവരി 20 കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം അകലെ. തളിപ്പറമ്പ് കോടതിയിലാണ് വിചാരണ. അപ്പോഴാണ് ആ വാർത്ത എത്തുന്നത്. കുഞ്ഞിനെ കൊന്ന കേസിലെ പ്രതിയായ അമ്മ ശരണ്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച നിലയിലാണ് ശരണ്യയെ അന്ന് കണ്ടെത്തിയത്. ഗുരുതരമായ അവസ്ഥ. ലോഡ്ജ് ജീവനക്കാർ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഏറെക്കാലത്തെ ചികിത്സ. ആരോഗ്യനില പിന്നീട് തൃപ്തികരമായി. പക്ഷേ വിചാരണ നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോയി. മനോഹരമാകുമായിരുന്നൊരു ജീവിതം. കടലിൽ പണിയെടുക്കുന്ന അധ്വാനികളായ മനുഷ്യർക്ക് ജനിച്ച ഒരു മകൾ. വിവാഹം. ഓമനയായ ഒരു ആൺകുഞ്ഞ്. പക്ഷേ ഭദ്രമായി അത് സൂക്ഷിച്ചില്ല. സ്വന്തം സുഖം തേടിയപ്പോൾ ഒരു ജീവൻ ഇല്ലാതാക്കണമെന്ന ദുഷ്ടബുദ്ധി എന്തിനു തോന്നി? വേറെയും വഴിയുണ്ടായിരുന്നല്ലോ. മറ്റൊരു കേസുമായി നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.